പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാമൂഹിക സുരക്ഷാ പെൻഷൻ, വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവർക്കുള്ള മെയ് മാസത്തിലെ 3200 രൂപ വിതരണം ഇപ്പോൾ സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ്. മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയായ 1600 രൂപയോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന ഒരു ഗഡുവും കൂടി ചേർത്താണ് 3200 രൂപ വിതരണം സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ സഹകരണ ജീവനക്കാർ വഴി വീടുകളിൽ നേരിട്ട് പെൻഷൻ നൽകുന്നവർക്ക് തിങ്കളാഴ്ച മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ചു. എന്നാൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണമാണ് തടസ്സപ്പെട്ടത്. ഇന്നത്തോടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള തടസ്സം നീങ്ങുമെന്നും അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുമെന്നും ധനവകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. സാധാരണ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തി 1-2 ദിവസം കഴിഞ്ഞാണ് കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുക. എങ്കിലും ഇത്തവണ ബാങ്കിംഗ് പ്രശ്നങ്ങൾ കാരണം 3200 രൂപ ആദ്യം ലഭിച്ചത് വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ്. തിങ്കളാഴ്ച മുതൽ വീടുകളിലേക്ക് പെൻഷൻ വിതരണം ആരംഭിച്ചു. ഇന്ന് ബുധനാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. 3200 രൂപ ഒറ്റ തവണ ആയിട്ടല്ല, പകരം 1600 രൂപ വീതം 2 തവണയായിട്ടാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. 2 വ്യത്യസ്ത മാസത്തെ പെൻഷൻ തുകയാണ് നൽകുന്നത് എന്നതുകൊണ്ടാണ് 1600 രൂപ വീതം 2 തവണയായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുക. ആദ്യം 1600 രൂപ ക്രെഡിറ്റ് ആയി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം 1600 കൂടി അക്കൗണ്ടുകളിൽ എത്തിച്ചേരും. ജൂൺ മാസം 5-നുള്ളിൽ വിതരണം പൂർത്തീകരിക്കാനാണ് ധനവകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. നേരത്തെ മെയ് മാസം 24 ശനിയാഴ്ച മുതൽ തന്നെ പെൻഷൻ നൽകുമെന്ന് ധനവകുപ്പ് അറിയിപ്പ് വന്നിരുന്നെങ്കിലും ഫണ്ട് എത്താത്തതിനാൽ മെയ് 27 ചൊവ്വാഴ്ച കടമെടുപ്പിലൂടെ ഫണ്ട് കണ്ടെത്തിയ ശേഷമാണ് പൂർണ്ണ തോതിൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക. 200, 300, 500 രൂപ എന്നിങ്ങനെയുള്ള തുകയിൽ കുറവ് വന്നേക്കാം. ഈ കേന്ദ്രവിഹിത തുക ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. വീടുകളിൽ പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് ചൊവ്വാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങിയെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക വരുന്നവർക്ക് പണം ക്രെഡിറ്റ് ആകാതിരുന്നത് ഗുണഭോക്താക്കൾക്ക് ആശങ്ക ഉണ്ടാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഒറ്റത്തവണയായി തന്നെ 3200 രൂപ ലഭിക്കുന്നതാണ്. തുക എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ മുടക്കമില്ലാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടന്നുവരുന്നുണ്ട്. ഇനി സർക്കാരിന് ബാക്കിയുള്ളത് 2 ഗഡു കുടിശ്ശിക മാത്രമാണ്. അത് ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.